ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സുൽത്താൻ ക്രിയേഷൻസ്. ക്രിമിനൽ ജസ്റ്റിസ് സീരീസിലെ ആദ്യ സീസണിലെ 9ാമത്തെ എപ്പിസോഡാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. പുതിയ കഥകളും പുതിയ സിനിമകളും കാണാനായി എല്ലാ കൂട്ടുകാരും ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്കിപ്പോൾ ഇതിലേക്ക് നോക്കാം. ഇതിന്റെ ആദ്യം തന്നെ ലാക്ക് വീണ്ടും ഹീറോനെ ഗുസ്തിക്ക് വിളിക്കും. ഇത്തവണ ലാക്കിന്റെ ആളായിട്ട് വേറെ ആളെയാണ് ഗുസ്തിക്ക് നിർത്തുന്നത്. അങ്ങനെ ഹീറോ അവനുമായിട്ട് ഗുസ്തി പിടിക്കും. ഹീറോൻ അവൻ നിമിഷ നേരം കൊണ്ട് തന്നെ അടിച്ച് താഴേക്കിടും. അങ്ങനെ എല്ലാവരും ഹീറോ തോറ്റു എന്ന് വിചാരിച്ചിരിക്കുന്ന സമയം ഹീറോ അവനെ കാലിൽ ചവിട്ടി താഴെ ഇടും. എന്നിട്ട് അവന്റെ മുഖത്ത് ചവിട്ടി ചവിട്ടി അവന്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നത് വരെ അവനെ അടിക്കും. ഇവൻ തോറ്റ ദേഷ്യം ലായക്കിന്. എന്നാൽ ഇതെല്ലാം മുകളിൽ നിന്ന് ജയിലിലെ സൂപ്രണ്ട് വാച്ച് ചെയ്യുന്നുണ്ട്. അടുത്ത സീനിൽ നമ്മുടെ ചീഫ് പുള്ളിയുടെ മോളെ വിളിക്കാനായിട്ട് സ്കൂളിൽ വരും. അവിടേക്ക് ഹീറോനെ പഠിപ്പിച്ച ടീച്ചർ വന്ന് ചീഫിനോട് നിങ്ങളല്ലേ ആദിത്യയുടെ കേസ് അന്വേഷിച്ചേ? അതിന് ചീഫ് നിങ്ങൾ ആദിത്യയുടെ ടീച്ചറല്ലേ? ഇത് കേട്ട് ടീച്ചർ നിങ്ങൾ വളരെ ചെറിയ കാര്യം പോലും അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതാണല്ലോ, എന്നെ അറിയില്ലേ? അവിടെ നിന്ന് സീൻ കട്ടിയത് ജയിലിൽ സൂപ്രണ്ട് ബായിനെ കാണാൻ വരും. എന്നിട്ട് അവിടെയുള്ള പോലീസിനോട് ചോദിക്കും ഇവനെങ്ങനെ ഇപ്പൊ ഓക്കെ അല്ലേ? അതിന് അയാള് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, പിന്നെ ആ ചെറുക്കൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെന്ന്, അതായത് ഹീറോ ബായിനെ കാണാൻ വരുന്നുണ്ടെന്നുള്ള കാര്യമാണ് ഇയാൾ പറഞ്ഞത്. ഇയാള് ബായോട് ചെന്ന് നിന്റെ ആ പുന്നാര ചെക്കനെ നോക്കി വെച്ചിട്ടുണ്ട്, കുറെ കാര്യങ്ങളൊക്കെ നീ അവനും പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ, ഇങ്ങനെ എല്ലാം പറഞ്ഞു നീ അവസാനം മരിക്കും. ഇതും പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകും. അടുത്ത സീനിൽ നമ്മുടെ വക്കീല് ചീഫിനെ കാണാൻ വരും. ചീഫിനെ കണ്ട് പുള്ളി ആ കത്തിയുടെ ഫോട്ടോ കാണിക്കും. ഈ ഫോട്ടോ കിട്ടിയ ഉടനെ ചീഫ് താൻ കൊള്ളാലോ, ഇത് ക്രൈം സീനിൽ നിന്ന് ഞാൻ അറിയാതെ താൻ പൊക്കിയല്ലേ, ഇതിന്റെ പേരിൽ തന്നെ എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ പിടിച്ചകത്തിടാം, താൻ എന്തിനാണ് ഇതിൽ അട്ടയെ പോലെ കടിച്ചു തൂങ്ങി കിടക്കുന്നേ? വക്കീൽ അതൊന്നും കാര്യമാക്കാതെ സാർ ഒരു 2 മിനിറ്റ് എനിക്ക് തന്നാൽ മതി സാർ, ഒന്ന് ഈ ഫോട്ടോ നോക്ക്, അതിലെ ആ മർഡർ വെപ്പൺ അതൊന്ന് എടുത്ത് നോക്ക് സാർ. എന്തൊക്കെ പറഞ്ഞിട്ടും ചീഫ് അതിന് സമ്മതിക്കില്ല. എനിക്കൊന്നും കാണുകയും വേണ്ട കേൾക്കുകയും വേണ്ട, താൻ ഇപ്പൊ ഇവിടുന്ന് പോകണമെന്ന് പറയും. നമ്മുടെ വക്കീല് വീണ്ടും ഞാൻ ഇപ്പൊ ഈ പറയുന്ന തെറ്റാണെങ്കിൽ ഞാൻ ഈ നാട് വിട്ട് തന്നെ പോവാം. ചീഫ് വീണ്ടും താനിനി എത്ര നാടകം കളിച്ചിട്ടും കാര്യമില്ല, ആ പയ്യന്റെ വീട്ടിൽ നിന്ന് താൻ എത്ര രൂപ മേടിച്ചതിന് വേണ്ടിയിട്ട്? അതിന് വക്കീല് 1 രൂപ പോലും മേടിച്ചിട്ടില്ല സാറേ, സാർ ഇപ്പൊ ഒന്ന് എന്നെ വിശ്വസിക്ക്, ഞാൻ ഈ പറയുന്നത് ശരിയാണ്, താൻ പണ്ട് ഇത് തന്നെയല്ലേ പറഞ്ഞതെന്ന് ചീഫ് ചോദിക്കും. അത് കേൾക്കുമ്പോൾ വക്കീലിന്റെ മുഖമൊക്കെ അങ്ങ് മാറും. എന്നെ സാറ് വിശ്വസിക്കണ്ട, ഈ തെളിവുകൾ സാറിന് വിശ്വസിക്കാമല്ലോ എന്ന് പറഞ്ഞ് വക്കീൽ ആ ഫോട്ടോ കാണിക്കും. ചീഫ് ഇങ്ങനെ അതെടുത്ത് നോക്കും. അടുത്ത സീനിൽ ഹീറോയുടെ ചേച്ചീനെ അളിയനെ കാണിക്കും. ഇവരുടെ കുഞ്ഞ് ആർക്ക് വേണമെന്നുള്ള തർക്കത്തിലാണ് അവരിപ്പോൾ ഇരിക്കുന്നത്. അവിടെ അളിയൻ പറയും ഇങ്ങനെ ഒരു വീട്ടിൽ എന്റെ കുഞ്ഞ് എങ്ങനെ വളരും, അവനും അതുപോലെ ആവില്ല എന്ന് എന്താ ഉറപ്പ്? ഇത് കേൾക്കുമ്പോൾ ആ ലേഡി ഈ കുഞ്ഞിനെ വളർത്താനുള്ള ക്ഷമത നിങ്ങൾക്ക് 2 പേർക്കും ഉണ്ടെന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ 2 പേരും ഒരു തീരുമാനം എടുത്ത് നിങ്ങളുടെ കുട്ടിയുടെ നല്ല ഭാവിക്ക് വേണ്ടി നിങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോവുക എന്ന് ഈ ലേഡി പറയും. അപ്പൊ ചേച്ചി ഞാൻ കോളേജ് കഴിഞ്ഞതിന് ശേഷം ഇതുവരെ ഒന്നും വെറുതെ ഇരുന്നിട്ടില്ല, ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി ഒരു കാരണവും ഇല്ലാതാണ് എനിക്ക് നഷ്ടപ്പെട്ടത്, പക്ഷെ എനിക്ക് ഇപ്പോഴും ഒരു കോൺഫിഡൻസ് ഉണ്ട് എല്ലാം ശരിയാക്കി എടുക്കാൻ പറ്റുമെന്ന്. അതിന് ആ ലേഡി അത് നന്നായിരിക്കട്ടെ, നല്ല കാര്യമാണ്, പക്ഷെ ഇത് നിങ്ങളിപ്പോൾ ഓർക്കണം, ഒരു കുഞ്ഞിന്റെ ജീവിതത്തിൽ ആ കുഞ്ഞിന്റെ അച്ഛനും അമ്മയും ഒരുപോലെ പ്രധാനപ്പെട്ടവരാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ നിന്ന് സീൻ കെട്ടിയത് ഹീറോനെ കാണിക്കും. ഹീറോ ജയിലിൽ ഭക്ഷണം കഴിക്കുന്ന സമയം ലായക്ക് അങ്ങോട്ടേക്ക് വന്ന് ആ പാത്രം ചവിട്ടി താഴെടും. നീ ഇപ്പൊ എന്റെ പട്ടിയാണ്, എന്റെ വളർത്തു പട്ടി, അതുകൊണ്ട് താഴെ നിന്ന് പട്ടി നക്കി കഴിക്കും പോലെ കഴിക്കലാന്ന് പറയും. നീ ഫൈറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ ഫൈറ്റ് ചെയ്തു, ഇനി നിനക്ക് എന്ത് വേണമെന്ന് ഹീറോ ചോദിക്കും. അതിന് ലായക്ക് ദേഷ്യപ്പെട്ട് ഹീറോനെ ഉപദ്രവിക്കാൻ തുടങ്ങും. അപ്പൊ ഹീറോ മുസ്തഫ ബായ് എന്ന് തിരിച്ചു വരുമോ അന്ന് എന്റെ ചീട്ട് കയറും. ഇത് കേട്ട് ലാക്ക് വീണ്ടും ടെൻഷനായി ഹീറോനെ ചവിട്ടും. അടുത്ത സീനിൽ നമ്മുടെ വക്കീല് ചീഫ് നിക്കൽത്ത് ഇവർ 3 പേരും കൂടി ഒരു ഫോറൻസിക് ഡോക്ടറിനെ കാണാൻ വരും. പുള്ളിയുടെ വീട്ടിലാണ് വരുന്നത്. ഈ ഡോക്ടർ അത്യാവശ്യം പ്രായമുള്ള ഒരുപാട് വർഷത്തെ പരിചയമുള്ള ഒരാളാണ്. ചീഫ് ആ കത്തി എടുത്ത് ഇതാണ് മർഡർ വെപ്പൺ, ഇതൊന്ന് നോക്കാൻ പറയും. ഡോക്ടർ അത് മേടിച്ച് കുറച്ചു നേരം അങ്ങനെ നോക്കിയിട്ട് എനിക്കിത് കണ്ടിട്ടൊന്നും തോന്നണില്ല എന്ന് പറഞ്ഞ് അതിനെ അവിടെ തന്നെ ഇടും. പുള്ളി ടിവിയിൽ ക്രിക്കറ്റ് കളി കണ്ട് മയങ്ങിയിരിക്കുക. ചീഫ് അടുത്ത് ഈ കേസ് ഫയൽ ഒന്ന് നോക്കാൻ പറഞ്ഞ് അതെടുത്ത് കൊടുക്കും. അത് ഈ ഡോക്ടർ നോക്കിയിട്ട് കേശവ് അയാളല്ലേ ഇതെല്ലാം ടെസ്റ്റ് ചെയ്തേ, അവൻ എന്റെ നല്ലൊരു സ്റ്റുഡന്റ് ആയിരുന്നില്ല, പക്ഷെ അവൻ ഓക്കെയാണ്, പണിയൊക്കെ ചെയ്യാൻ അറിയാം, എന്നാൽ എന്നെ കൊണ്ട് എന്തിനാ നിങ്ങൾ ഇത് വീണ്ടും ചെയ്യിക്കുന്നേ? അതിന് ചീഫ് സാറിന്റെ ഒപ്പീനിയൻ കൂടി അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ കേസിനെ പറ്റി ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അതിന് ഡോക്ടർ എന്റെ കണ്ണുകൾ പഴയതുപോലെ അത്ര കാഴ്ചയല്ലേ ഇപ്പോ, ഇത് പറഞ്ഞു തീരുമ്പോൾ ടിവിയിൽ ക്രിക്കറ്റിൽ ആരും ഔട്ടാവും, ഉടനെ ഡോക്ടർ ഔട്ടായി എന്നും പറഞ്ഞ് അവിടെ കിടന്ന് വിളിക്കും. അപ്പൊ നമ്മുടെ വക്കീല് സാറിന്റെ കണ്ണ് അതിൽ അമ്പയറിനെക്കാളും അടിപൊളിയാണല്ലോ. അത് കേൾക്കുമ്പോൾ ഡോക്ടർ ഒന്ന് എന്തായാലും അവസാന ഒപ്പീനിയൻ സാറിൻ്റെതായിരിക്കണമെന്ന് വക്കീല് പറയും. അതിന് ഡോക്ടർ 2 ആഴ്ച സമയം എനിക്ക് തരൂ, ഞാൻ റെഡിയാക്കി തരാമെന്ന് പറയും. അടുത്ത സീനിൽ ഹീറോ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഹീറോയുടെ പുറകിൽ ആരോ ഫുഡ് കൊണ്ടുവയ്ക്കും. ഇതാരാന്ന് ഹീറോ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അവ അവിടെ നിന്ന് പോകും. അത് വേറെ ആരുമല്ല, ആ പുതിയ ചെക്കനാണ്. അത് ഹീറോ കാണും, അവനാണെന്ന് മനസ്സിലാവും. അത് കഴിഞ്ഞ് ആ ചെക്കൻ അവിടെ കിടക്കുമ്പോൾ ലായക്കിന്റെ ആള് വന്ന് അവനെ കൂട്ടിക്കൊണ്ട് ലായക്കിനടുത്തേക്ക് പോകും. ഹീറോ ഇത് ഒളിഞ്ഞിരുന്ന് കാണുന്നുണ്ട്. അടുത്ത സീനിൽ ഹീറോയുടെ അച്ഛൻ കുട്ടികളുമായിട്ട് സ്കൂൾ വണ്ടി പോകുമ്പോൾ ഈ പിള്ളേർ ഇതിനകത്ത് പറഞ്ഞ് ഭയങ്കര കുരുത്തക്കേട്.
അച്ഛൻ അവരോട് പറയുന്നുണ്ട് ഒന്നും മിണ്ടാതിരിക്കുക, പ്രശ്നമൊന്നും ഉണ്ടാക്കലേ, വഴക്കുണ്ടാക്കലേ, മിണ്ടാതിരിക്കാൻ പറയും. ഇവര് കേൾക്കില്ല. ഇവര് അച്ഛനെ പിടിച്ച് വലിച്ച് അവസാനം അച്ഛന്റെ ശ്രദ്ധ തെറ്റി വണ്ടി നേരെ ഒരു മരത്തിൽ പോയിരിക്കും. അടുത്ത സീനിൽ നമ്മുടെ വക്കീലിന്റെ വീട്ടിലേക്ക് ചീഫ് വന്നിരിക്കുകയാണ്. അവിടെ നിക്കൽത്ത് ചീഫിനോട് ഇവര് കണ്ടുപിടിച്ച എല്ലാ കാര്യങ്ങളും പറയും. 8 മണി തൊട്ട് 9 മണി വരെ അവള് ക്യൂൻസ് റോഡിൽ തന്നെ ഉണ്ടായിരുന്നു, പക്ഷെ എന്ത് ചെയ്യുമായിരുന്നു എന്നും അറിയില്ല എന്ന് ചീഫിനോട് നിക്കൽത്ത് പറയും. അതിന് ചീഫ് അവിടെയാണ് LFRDCയിലെ നരേഷിന്റെ വീട്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ പെണ്ണിനൊരു ഡൗട്ട്. അന്ന് സനയ ഒരുപാട് തവണ ഈ നരേഷ് ലഗാനിക്ക് കോൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവള് ചീഫിനോട് എന്തുകൊണ്ടാണ് നരേഷ് ലഗാനെ ഇതിലേക്ക് ഇൻവോൾവ് ആക്കാത്തെന്ന് ചോദിക്കും. അതിന് ചീഫ് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, അല്ലാതെ തന്നെ ആദിത്യ തെളിവുകളുടെ ഒരു കൂമ്പാരം തന്നെയല്ലേ ഉണ്ടാക്കി വെച്ചത്. അതിന് പെണ്ണ് അയാളൊരു സസ്പെക്റ്റഡ് ആണ്, നിങ്ങൾ അത് മൈൻഡ് ചെയ്യാതെ വിട്ടതാണ്. ഇത് കേൾക്കുമ്പോൾ ചീഫ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഇവിടെ ഇരിക്കുന്നതിന്റെ അർത്ഥം അയാൾ നിരപരാധിയാണെന്ന് ഞാൻ സമ്മതിച്ചു എന്നല്ല എന്ന് പറഞ്ഞ് ചീഫ് അവിടെ എണീറ്റ് പോകാൻ നേരം വക്കീല് സാർ ടെൻഷൻ ആവല്ലേ, എന്തായാലും നമുക്ക് രണ്ടുപേർക്കും കൂടി ആ നരേഷിന്റെ വീട് വരെ പോകുന്നു അന്വേഷിക്കാം. ആ സമയം നിക്കൽത്തെ ആ പല്ലവിയായിട്ട് സംസാരിക്കും. അടുത്ത സീനിൽ ആ പുതിയ ചെക്കൻ ഹീറോ അടുത്ത് മാറ്റിയിരുത്തി കഴിക്കാൻ ഭക്ഷണം കൊടുക്കും. ഹീറോ അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഒരുപാട് നന്ദിയുണ്ട്, ഞാൻ ആകെ പെട്ടിരിക്കുമായിരുന്നു, ഒരു കാര്യം ചെയ്യട്ടെ, നിന്നെ രാത്രിയിൽ ലായക്ക് എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? അതിന് ആ ചെക്ക ഒന്നും മിണ്ടില്ല. ഹീറോയ്ക്ക് കാര്യം മനസ്സിലാവും. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവിടെ നിന്ന് പോകുന്ന സമയം ഈ ലായക്ക് അവരെ പിടിക്കും. ലായക്ക് രണ്ടുപേരെ ഉപദ്രവിച്ച് ഹീറോയോട് നീ ഒരുങ്ങിയിരുന്നോ, നിന്റെ അടുത്ത ഫൈറ്റ് സ്പെഷ്യലാണ്. അങ്ങനെ അടുത്ത സീനിൽ ഫൈറ്റ് തുടങ്ങാറായി. ലായക്ക് കൊണ്ടുവരുന്ന ആള് വേറെ ആരുമല്ല, ബായിയുടെ തന്നെ ആളായ മൊട്ടേനെയാണ്. അങ്ങനെ ഫൈറ്റ് തുടങ്ങി. ആദ്യം തന്നെ മൊട്ട ഹീറോനെ അടിച്ച് താഴെ എന്നോട് ക്ഷമിക്കടാന്ന് പറഞ്ഞ് ഹീറോനെ പൊതിരെ ഇടിക്കും. അടുത്ത സീനിൽ നിക്കലത്ത് പല്ലവിനെ കണ്ട് ഞാനൊരു സോഷ്യൽ വർക്കറാണ്, അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ടെന്ന് പറയും. അതിന് ഈ പെണ്ണ് എനിക്ക് നിങ്ങളെ മനസ്സിലായി, എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നത്, എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ. അങ്ങനെ പല്ലവി അവിടെ എണീറ്റ് പോകാനിരിക്കുന്ന സമയം നിക്കൽത്ത് അവളെ പിടിച്ചിരുത്തി പല്ലവി ഒരു 2 മിനിറ്റ്, എന്നിട്ട് നിങ്ങൾ എന്തിനാണ് ഒരുമിച്ച് അവിടെ നിന്ന് ജോലി റിസൈൻ ചെയ്തത്, എന്താണ് കാരണമെന്ന് ചോദിക്കും. നമ്മുടെ പെണ്ണ് എത്ര കെഞ്ചി ചോദിച്ചിട്ടും ഈ പല്ലവി ഒന്നും പറയില്ല. ആ സ്ഥലത്തെ പറ്റി എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് ഇവൾ അവിടെ എണീറ്റ് പോകും. അടുത്ത സീനിൽ നമ്മുടെ വക്കീലും ചീഫും ഈ നരേഷിനെ കാണാനായിട്ട് വരും. അവിടെ വരുമ്പോൾ അയാള് നിങ്ങൾ സത്യത്തിൽ ആ സനയ കേസിലെ വക്കീലല്ലേ, എന്തിനാ എന്നെ കാണണമെന്ന് ആവശ്യപ്പെട്ടെ? നമ്മുടെ വക്കീല് കുറച്ച് കാര്യം കൂടി ചോദിച്ചറിയാനുണ്ടെന്ന് പറയും. അതിനാ കേസ് ക്ലോസ് ചെയ്തല്ലേ എന്ന് ഇയാൾ ചോദിക്കും. ക്ലോസ് ചെയ്തതാണ്, പക്ഷെ കുറച്ച് കാര്യം കൂടി ക്ലിയർ ചെയ്യാനുണ്ടെന്ന് വക്കീൽ പറയും. ശരി എന്നാ ചോദിക്കാൻ അയാൾ പറയും. അപ്പൊ ചോദ്യം ചോദിക്കുന്നത് നമ്മുടെ ചീഫാണ്. ചീഫ് അയാളോട് സനയും നിങ്ങളും തമ്മിൽ എങ്ങനെയുള്ള ബന്ധമായിരുന്നു? സനയുടെ അച്ഛൻ എന്റെ ഫ്രണ്ടാണ്, അതുകൊണ്ട് തന്നെ അവൾ എന്റെ കമ്പനിയിലാണ് ജോലി ചെയ്തിരുന്നത്. ഞാനും സനയും തമ്മിലുള്ള ഒരു ബന്ധം പ്രൊഫഷണൽ ബന്ധമായിരുന്നു, വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. സനയ മരിച്ച അന്ന് തന്നെയാണ് നിങ്ങളുടെ LFRDCയിൽ നിന്ന് അവൾ ജോലി റിസൈൻ ചെയ്തത് എന്ന് ചീഫ് ചോദിക്കും. ആ അതെ, പക്ഷെ അവളന്ന് റിസൈൻ ലെറ്റർ ഇട്ട് അവിടെ നിന്ന് പോയതിനു ശേഷമാണ് ഞാൻ അറിയുന്നത്. ഞാൻ അന്ന് ഓഫീസിൽ പോയില്ല, വീട്ടിലിരുന്നായിരുന്നു വർക്ക് ചെയ്തത്, വേറൊന്നും ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചില്ല എന്ന് ഇയാൾ പറയും. അന്ന് സനയ നിങ്ങൾ ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ അവൾക്ക് എന്തോ അത്യാവശ്യമായിട്ട് നിങ്ങളത് സംസാരിക്കാനുണ്ടായിരുന്നു. അതിന് അയാള് വിളിച്ചിട്ടുണ്ടായിരുന്നു, അന്ന് തന്നെ അവൾ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ ജനറേഷൻ അല്ലേ, ഒരിടത്ത് തന്നെ ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റില്ലല്ലോ ആർക്കും, അതുകൊണ്ട് ഞാനത് കാര്യമാക്കില്ല. ഇയാളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചീഫ് ആ വീടിനകത്തുള്ള എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുക. അപ്പോൾ ഹീറോ വലിക്കുന്ന പോലത്തെ ഒരു ഇൻഹീലർ അവിടെ കാണും. അടുത്ത വക്കീല് വീണ്ടും അവൾ ഇവിടെ 1 മണിക്കൂർ നേരം ഉണ്ടായിരുന്നല്ലോ, ഇത്ര കാര്യങ്ങളെ സംസാരിച്ചുള്ളൂ. അതിന് അയാള് അവൾ എന്നോട് എത്ര നേരം സംസാരിച്ചു എന്ന് അറിയാൻ വേണ്ടി ഞാൻ സ്റ്റോപ്പ് വാച്ചും ഇടിച്ചിരിക്കുമല്ലായിരുന്നു എന്ന് പറയും. എന്തായാലും നിങ്ങൾ ചോദിച്ച സ്ഥിതിക്ക് ഒരു കാര്യം പറയാന്ന് പറഞ്ഞ് ഇയാൾ പറയും. പിന്നെ കുറച്ച് ഫാമിലി മാറ്റേഴ്സും അവൾ LFRDCയിൽ ജോലി ചെയ്ത എക്സ്പീരിയൻസിനെ പറ്റിയൊക്കെ സംസാരിച്ചിരുന്നു. അപ്പൊ നമ്മുടെ വക്കീല് എന്നിട്ട് ഇത് കേൾക്കുമ്പോൾ ഇയാള് നിങ്ങൾ സീരിയസ് ആയിട്ടാണോ, ഞാൻ ഉദ്ദേശിക്കുന്നിടത്താണോ നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചു വരുന്നേ? അതിന് വക്കീല് ഇല്ല അങ്ങനൊന്നുമില്ല, നിങ്ങൾ സനയുടെ അച്ഛന്റെ ഫ്രണ്ട് ആണല്ലോ, അപ്പൊ പിന്നീട് ഇതിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ലല്ലോ, അതുകൊണ്ടാ. പിന്നെ എന്താ സംസാരിച്ചെന്ന് വക്കീല് ചോദിക്കും. പിന്നെ ഒന്നും സംസാരിച്ചില്ല, എനിക്ക് കുറച്ച് സ്ഥലങ്ങളിൽ പോകാനുണ്ടായിരുന്നു, നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഈ കേസിൽ ആ പയ്യൻ കുറ്റവാളിയാണെന്ന് തെളിഞ്ഞതല്ലേ, പിന്നെ എന്തിനായിരുന്നു ഇതൊക്കെ? ഇത് കേൾക്കുമ്പോൾ ചീഫ് അതൊക്കെ ശരിയാ, പക്ഷെ എന്തോ 2 അറ്റങ്ങളും തമ്മിൽ കൂട്ടിമുട്ടുന്നില്ല. എന്നിട്ട് ഇവരവിടെ നിന്ന് ഇറങ്ങുന്ന സമയം നമ്മുടെ ചീഫ് അവിടെ കണ്ട ഇൻഹീലർ എടുത്ത് പോക്കറ്റ് വെക്കും. ഇവരവിടെ നിന്ന് പോകുന്ന വഴിയിൽ നമ്മുടെ ചീഫ് മൊട്ട പോലീസിനെ വിളിച്ച് സനയ കേസിലെ തെളിവുകൾ വെച്ചിരുന്ന പെട്ടിയെടുത്ത് അതിൽ 2 ഇൻഹീലർ ഉണ്ടല്ലോ അതെടുത്ത് വെക്കാൻ പറയും. അടുത്ത സീനിൽ ഹീറോയുടെ അച്ഛൻ വണ്ടി കൊണ്ട് ഇടിച്ചതിന്റെ പേരിൽ ജോലി കൊടുത്ത സ്കൂളിലെ ആള് നിങ്ങളുടെ എല്ലാ അവസ്ഥയും കണ്ടാണ് നിങ്ങൾക്ക് ജോലി തന്നത്. ആ കുട്ടികളുടെ അച്ഛനും അമ്മയും ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കാനില്ല. അതിന് അച്ഛൻ എന്റെ നടുവിന്റെ വേദന ഇത്രയധികം ഇതുവരെ കൂടിയിട്ടില്ല, ഇനി ഇങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയും. അതിന് അയാള് ഇനി ഇങ്ങനെ ഉണ്ടാവില്ല എന്നല്ല, നിങ്ങൾ ഇനി ഇവിടെ ജോലി ചെയ്യേണ്ടെന്ന് പറയും. അതിന് അച്ഛൻ ഒരുപാട് കരഞ്ഞ് കാല് പിടിക്കുമ്പോൾ അങ്ങനെയാണ് നിങ്ങൾക്ക് വേറൊരു കമ്പനിയിൽ ഒരു ജോലി തരാം, പക്ഷെ ഇവിടുത്തെ അത്ര സാലറി ഒന്നും കിട്ടില്ല, എന്നാലും നിങ്ങളുടെ കാര്യങ്ങൾ നടന്നു പോകും. അതിന് അച്ഛൻ ഹീറോയുടെ അമ്മയോട് കൂടി ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞ് അവിടുന്ന് സങ്കടത്തോടെ പോകും. അടുത്ത സീനിൽ ഹീറോനെ കാണിക്കും. ഹീറോനെ മുട്ട ഇടിച്ച് പരുവാക്കിയേക്കാണ്. ഹീറോ അങ്ങനെ ഇപ്പൊ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിലാണ്. അവിടെ നോക്കുമ്പോൾ ബായി ഇരിക്കുന്ന കാണും. ഹീറോ ബായിയുടെ അടുത്ത് വന്ന് ആ ലായക്ക് നമ്മളെല്ലാം തമ്മിൽ തല്ലി
നിലവിളിക്കുക. സൂപ്രണ്ട് ഇത് കണ്ടിട്ട് ഒന്നും ചെയ്യാതിരിക്കുക. നമുക്ക് ആരോടെങ്കിലും പരാതിപ്പെടാൻ പറ്റുമോ? അതിന് ബായി അതൊന്നും ചെയ്തിട്ട് ഒരു ഗുണവും ഇല്ല. അതിന് ഹീറോ അതെന്താ അങ്ങനെ പറയുന്നേ? നമ്മളൊക്കെ ഒരു ഫാമിലി എന്നല്ലേ ബായി പറഞ്ഞ്, പിന്നെന്താ ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുന്നേ? ബായി ഇത് നോക്കിയില്ലെങ്കിൽ പിന്നെ ആരാ നോക്കുന്നേ? കഴിയുന്നത് പോലെ ഒരുപാട് നോക്കിയില്ലേ, ഇനി എന്നെ കൊണ്ടൊന്നും കഴിയില്ല, ഒരുപാട് ക്ഷീണമുണ്ട്. അതിന് ഹീറോ ആ ലായക്കിനെ എങ്ങനെ വിട്ടാ അവൻ നമ്മുടെ എല്ലാവരുടെയും ജീവിതം വെച്ച് ഇങ്ങനെ കളിക്കുവാണ് ബായി. എല്ലാവരുടെ ജീവിതമാണോ അതോ നിന്റെ ജീവിതമാണോ എന്ന് ബായി ചോദിക്കുമ്പോ എന്താ മുസ്തഫ ബായി ഇങ്ങനെ ചോദിക്കുന്നേ? നമ്മളെല്ലാരും ഒരു കുടുംബമായിട്ടല്ലേ കഴിഞ്ഞേ? അതിന് ബായി നിന്നെ ഞാൻ നിലവിളിക്കാനാണോടാ പഠിപ്പിച്ചേ? നിന്നിലെ ഏറ്റവും അപകടകാരിയായ ആയുധം ബുദ്ധിയാണെന്ന് ഞാൻ പറഞ്ഞത് ഓർക്കുന്നില്ലേ? ശക്തിയേക്കാൾ വലുത് ബുദ്ധിയാണ്. നിന്നിലെ ബുദ്ധി പ്രവർത്തിക്കേണ്ട സമയമാണിപ്പോ. ഞാനിനി ഒന്നിനും ഇടപെടാൻ വരുന്നില്ല, എനിക്കെല്ലാം മതിയായി എന്ന് ബായി പറയും. അടുത്ത സീനിൽ നമ്മുടെ വക്കീല് ഈ നരേഷിന്റെ വൈഫിനെ കാണാൻ വരും. അവരോട് വന്ന് നിങ്ങളും LFRDCയിൽ ജോലി ചെയ്യുന്നതല്ലേ? അതിന് ആ സ്ത്രീ അതെ, ഞാനും എന്റെ ഹസ്ബൻഡും കൂടെ അത് നോക്കി നടത്തുന്നേ, കൂടുതലും പുറത്തുള്ള കാര്യങ്ങൾ. ഇത് പറയുമ്പോൾ വക്കീല് പുറത്തുള്ള കാര്യം അതെന്താ? അത് വേറൊന്നുമില്ല, എല്ലാവർക്കും ഇത്രയും പണം മുടക്കി LFRDCയിൽ വന്ന് ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ചേരിയിലുള്ള ആൾക്കാർക്കും കുറഞ്ഞ ചെലവിൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. ആ ജോലികളൊക്കെ മെയിൻ ആയിട്ട് നോക്കുന്നത് ഞാനാണ്. ഇത് കേൾക്കുമ്പോ വക്കീല് അത് നന്നായി, എനിക്കാണെങ്കിൽ ഒരുപാട് പേര് അങ്ങനെ അറിയാം, ഞാൻ പരിചയപ്പെടുത്തി തരാൻ പറയും. ഈ സനയെ മരിച്ചു വന്ന് നിങ്ങളുടെ ഭർത്താവ് എവിടെയായിരുന്നു എന്ന് ചോദിക്കും. അതിന് അവര് എനിക്കങ്ങനെ അറിയില്ല, ഞാൻ കൂടുതൽ അതിനെപ്പറ്റി ഒന്നും അന്വേഷിക്കാറില്ല എന്ന് പറയും. അദ്ദേഹം ചേംബർ ഹൗസ് ഹോട്ടലിലായിരുന്നു എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. അതിന് അവര് ചിലപ്പോ ആയിരിക്കാം, ഇടയ്ക്കൊക്കെ അങ്ങോട്ട് പോവാറുണ്ട്. അടുത്ത സീനിൽ ഈ പല്ലവി എന്ന് പറയുന്ന കുട്ടി അവള് ജോലി ചെയ്യുന്നിടത്ത് അവിടെ ആളുകൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, നാണക്കേടോ പേടിയോ എന്താണേലും അത് തുറന്നു പറയാനുള്ള ഒരു അവസരമാണ്. ഒരു മടിയും പേടിയും ഒന്നും വേണ്ട, എന്താണേലും എന്നെ വിളിക്കാൻ പറയാം എന്നൊക്കെ ഈ കുട്ടി അവിടെ നിന്ന് പറയും. അപ്പൊ ഇത് കേൾക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തില് നമ്മുടെ നിക്കൽത്ത് ഇരിപ്പുണ്ട്. അവിടത്തെ ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും പോയി കഴിഞ്ഞ് നിക്കൽത്ത് പല്ലവിയോട് നിന്റെ ക്ലാസ് എനിക്ക് ഇഷ്ടമായി, നീ പറഞ്ഞല്ലോ നമുക്കുള്ളിൽ എന്തെങ്കിലും പേടിയോ ടെൻഷനോ ഉണ്ടെങ്കിൽ അത് തുറന്നു പറയണമെന്ന്, പിന്നെന്താ നീ അത് പറയാത്തെ? ഇങ്ങനെ ഒരുപാട് പെണ്ണിനെ ടോർച്ചർ ചെയ്യുമ്പോൾ അവൾ കാര്യം പറയും. അടുത്ത സീനിൽ ചീഫ് ഈ ചേംബർ ഹൗസ് ഹോട്ടലിലെ സ്റ്റാഫിനെ വിളിച്ച് സനയ കേസിനെ പറ്റി അറിയാലോ, അവൾ മരിച്ച അന്ന് രാത്രി ഈ നരേഷ് നിങ്ങളുടെ ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കും. അതിന് ആ പയ്യൻ വന്നിട്ടുണ്ടായിരുന്നു, പുള്ളി അന്ന് ഭയങ്കര ദേഷ്യത്തിലായിരുന്നു, എല്ലാവർക്കും ഡ്രിങ്ക്സ് ഓർഡർ ചെയ്തു, പിന്നെ പുള്ളി കുറച്ച് സീൻ ഉണ്ടാക്കി അവിടെ. പുള്ളി അന്ന് അവിടെ സ്റ്റെപ്പിൽ നിന്ന് വീണ് കുറച്ച് പരിക്കൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അടുത്ത സീനിൽ പല്ലവി നിക്കൽത്തിനോട് ഓരോ കാര്യങ്ങൾ പറയും. ലഗാനീസ് അവരുടെ കമ്പനിയിൽ കുറെ അധികം പേർക്ക് ഫ്രീ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഒരു സാധാരണ സ്റ്റാഫായിട്ടാണ് ഞാൻ അവിടെ ജോലിക്ക് കയറിയത്. കുറച്ച് മാസങ്ങൾക്ക് ശേഷം USന്ന് സനയും വന്ന് ജോയിൻ ചെയ്തു. എന്നാൽ അവൾ അവരുടെ ഫാമിലി ഫ്രണ്ട് ആയതുകൊണ്ട് അവൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അവളുടെ അസിസ്റ്റന്റ് ആക്കി എന്നെ. എന്നാൽ എന്തൊക്കെ പറഞ്ഞാലും അവൾ ചെയ്യുന്ന ജോലിയിൽ ഭയങ്കര ആത്മാർത്ഥതയും അത് കൃത്യനിഷ്ഠയുള്ളതുമായിരുന്നു. അവൾക്ക് എല്ലാവരോടും ഭയങ്കര റെസ്പെക്റ്റ് ആയിരുന്നു, പ്രത്യേകിച്ച് കുട്ടികളോട്. കുട്ടികൾ ഒരുപാട് പിഞ്ചു മനസ്സുള്ളവരാണ്, അവർ പെട്ടെന്ന് തന്നെ തെറ്റുകളിലേക്ക് വീഴും. ഒരു ദിവസം അവൾ പറഞ്ഞതുപോലെ തന്നെ ഇതൊക്കെ സംഭവിച്ചു. അവൾ ലഗാനിയെ തിരിച്ചറിയുമായിരുന്നു. അയാൾ കുട്ടികളെ അയാളുടെ കണക്ഷൻ ഉള്ളവർക്ക് പ്രൊവൈഡ് ചെയ്യുമായിരുന്നു. അപ്പൊ നിക്കലത്ത് പ്രൊവൈഡ് മീൻസ് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കും. അതിനവൾ പറയും ചൈൽഡ് പ്രോസ്റ്റിറ്റ്യൂഷൻ. കുട്ടികളോട് അയാൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് അവരുടെ ഫീസ് അടയ്ക്കാൻ ഇത് മാത്രമേ വഴിയുള്ളൂ എന്നാണ്. എന്നിട്ട് ഇന്നേ വരെ ആരും ഒന്നും പറയാതിരുന്ന എന്താണെന്ന് നിക്കലത്ത് ചോദിക്കും. അതിനാ പെണ്ണ് ഭയമായിരുന്നു, എല്ലാവർക്കും അവരെ പേടിയായിരുന്നു. അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ടാണോ സനയ അവിടുന്ന് റിസൈൻ ചെയ്തതെന്ന് നിക്കലത്ത് പല്ലവിയോട് ചോദിക്കും. അതെ, നരേഷ് ലഗാനിക്കെതിരെ ഇറങ്ങാൻ അവൾ തീരുമാനിച്ചിരുന്നു. എല്ലാ ആൾക്കാരെയും ഒരുമിച്ച് കൂട്ടി അത് എക്സ്പോസ് ചെയ്യാൻ അവൾ തീരുമാനിച്ചിരുന്നു. ആ സമയത്താണ് അവൾ മരിക്കുന്നത്. അപ്പൊ നിക്കലത്ത് ചോദിക്കും, ഈ സീക്രട്ട് ഒക്കെ അറിയാവുന്നത് കൊണ്ടാണോ സനയ മരണപ്പെട്ടെ? അതിന് പല്ലവിയും എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ആ സമയത്താണ് ഈ കേസിൽ ആ ചെറുക്കനെ അറസ്റ്റ് ചെയ്യുന്നത്. അതിന് നിക്കലത്ത് ആ ചെറുക്കനെ നമുക്കിപ്പോ മാറ്റി നിർത്താം, നിനക്ക് എന്താ തോന്നുന്നേ, ആരായിരിക്കും സനയെ കൊന്നത്? അതിന് പല്ലവി കുറെ നേരം ടെൻഷൻ അടിച്ച് ആലോചിച്ച് നരേഷ് ലഗാനിയുടെ പേര് പറയും. ചിലപ്പോ സന ഇതെല്ലാം പുറത്തു കൊണ്ടുവരുന്നെങ്കിൽ അയാളുടെ സാമ്രാജ്യം തന്നെ തകർന്നേനെ. അടുത്ത സീനിൽ ഹീറോ ആരും കാണാതെ ഒളിച്ചും പാത്തും എന്തോ അന്വേഷിക്കുന്നുണ്ട്. ആ സമയം ആ പുതിയ ചെക്കൻ വന്ന് ആ ഡ്രഗ്സ് അവിടെ ഇല്ല, അവിടെ നിന്ന് മാറ്റി എന്ന് പറയും. സംഭവം വേറൊന്നുമില്ല, ഹീറോ അന്വേഷിക്കുന്നത് ലായക്കിന്റെ ഡ്രഗ്സ് ആണ്. അത് വെച്ച് എന്തോ പണി ഒപ്പിക്കാനാണ് ഹീറോ ഒരുങ്ങുന്നത്. അങ്ങനെ പുതിയ ചെക്കൻ ഡ്രഗ്സ് എവിടേക്കാ മാറ്റിയെന്നുള്ള സ്ഥലം കാണിച്ചു കൊടുക്കും ഹീറോയ്ക്ക്. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി അങ്ങോട്ടേക്ക് ചെന്ന് ലായക്കിന്റെ ഡ്രഗ്സ് മുഴുവനും കത്തിച്ച് ചാമ്പലാക്കും. അവിടെ വെച്ച് 9ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ജയിലിനുള്ളിൽ ഹീറോ രണ്ടും കൽപ്പിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. പുറത്താണെങ്കിൽ നരേഷ് ലഗാനിക്കെതിരെ നമ്മുടെ ആൾക്കാർ കുറെ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നു. ഇനി അവസാന എപ്പിസോഡിൽ എന്ത് സംഭവിക്കുമോ നമുക്ക് അറിയില്ല. അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാരും വീഡിയോ ഹൈപ്പ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ക്രിമിനൽ ജസ്റ്റിസ് സീരീസിലെ അവസാന എപ്പിസോഡുമായി കാണുന്നത് വരെ ഇറ്റ്സ് ബൈ സുൽത്താൻ ക്രിയേഷൻസ്.